കള്ളനെ ക്യാമറയിൽ നമ്മളെല്ലാം കണ്ടില്ലായിരുന്നെങ്കിലേ ഇന്നും നമ്മൾ ധർമ്മം അവനെ കുറ്റവാളിയാക്കിയാനെ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എന്തിനാമേ ഈ ബന്ധം ഇങ്ങനെ ചുമന്നോട് നടക്കുന്നേ? ഈ ചതിക്കപ്പെട്ടവന്റെ വേദന അതനുഭവിച്ചവന് മാത്രമേ അറിയാൻ സാധിക്കൂ. ഞാനത് അറിഞ്ഞവനാ, അനുഭവിച്ചവനാ. എനിക്ക് വയ്യച്ച, എനിക്കിനി വയ്യ. മോനെ, എടാ, നിനക്ക് ഈ ഗതി വന്നത് ഞാൻ കാരണം. എല്ലാം എൻ്റെ തെറ്റാ. ഈ വിവാഹം നടത്തുന്നതിന് മുമ്പ് ഉദയഭാനുവിനെ കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും ഞാൻ കൃത്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കണ്ണടച്ചെങ്കിൽ വിശ്വസിച്ചു മോനെ. എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടുമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ എൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഫലമാണ് നീ ഇങ്ങനെ അനുഭവിക്കുന്നത്. നിന്റെ ജീവിതം തകർന്നതിന്, നിന്റെ ഈ കണ്ണീരിന് ഞാനും കാരണക്കാരനാണ്. അച്ഛൻ ഒരിക്കലും അങ്ങനെ കരുതരുത്. എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി എന്റെ അച്ഛൻ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യരെ വിശ്വസിച്ചു, അതല്ലേ അച്ഛൻ ചെയ്ത തെറ്റ്. പക്ഷെ എടാ മോനെ, അച്ഛാ, അതൊരു തെറ്റല്ല. അച്ഛന്റെ നല്ല മനസ്സിനെ അവര് ചതിച്ചതാ. അതിന് അച്ഛൻ എന്താ പിഴച്ചേ? ദേവിയുടെ കള്ളത്തരങ്ങൾ ഞാൻ ആദ്യം കണ്ടെത്തിയപ്പോ അക്കാര്യം ഞാൻ ആരോടും പറയാതിരുന്നത് എന്തിനാണെന്ന് അച്ഛൻ അറിയോ? എന്റെ അച്ഛൻ വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു.